ഇന്ന് പകൽക്കാലത്തോളം സമയം ദൈവസ്ഥനിലായിരിക്കാൻ ദൈവം നമ്മളോട് ഇന്ന് പകൽക്കാലം ഇത്രത്തോളം നല്ല മെസ്സേജുകൾ പറഞ്ഞ കർത്താവിന്റെ ദാസികളെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ദേശത്ത് 17ാമത്തെ മീറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വരുന്നത്. കഴിഞ്ഞ 16 മാസക്കാലവും ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചതുപോലെ നമ്മൾ അന്ന് തീരുമാനിച്ചതാണ്. നമ്മുടെ പ്രവർത്തന മുഖാന്തരമായി നമുക്ക് നമ്മുടെ ദേശത്ത് പ്രിയപ്പെട്ടവരെ മാനിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് പ്രകാരമായി അവർ ജീസസ് ലീവ്സ് UK കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആ സംഘടന, അതായത് നമ്മുടെ പ്രിയപ്പെട്ട അമരാട്ട ഭവനത്തിലെ പ്രിയപ്പെട്ട ദേവദാസന്മാർ മുൻപോട്ട് വരികയും അവരുടെ ആ പ്രത്യേകമായ അവരുടെ ഉദ്ദേശപ്രകാരം താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു ശുശ്രൂഷയോടെ ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ശക്തമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ ദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന പ്രിയ കുടുംബത്തെ കർത്താവ് പിന്നെയും സഹായിക്കട്ടെ. ഇന്ന് പൽക്കാലം അവൾ കൂടി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക നന്ദി അവരെ അറിയിക്കുന്നു. തുടർന്ന് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആരും അറിയാതെ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്ത പ്രിയപ്പെട്ട കർത്തദാസിമാരാണ് ഇന്ന് പൽക്കാലം നമ്മുടെ മതിയായിരിക്കുന്നത്. ദൈവം അവരെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും അവരെ വേർതിരിക്കപ്പെട്ട് ദൈവം കൊടുത്ത താലന്തുകൾ വിശ്വസ്തയോടെ അവർ വ്യാപാരം ചെയ്തു. അതിനെ മാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തുടർന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ ശക്തമായി പ്രയോജനപ്പെടുവാൻ ഒരു പ്രോത്സാഹനം മാത്രമാണ് നമ്മുടെ കൊടുക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. ആദ്യമായി നമ്മൾ കൊടുക്കാൻ പോകുന്നത് സഹോദരി PS രാധ. പ്രിയ കർത്താവിന്റെ ദാസി തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടിനടുത്ത് പെരിങ്ങാമലയിൽ താമസിച്ച് കർത്താവിന്റെ വേലയെ സുഷ്കാന്തോടെ പ്രവർത്തിക്കുന്നു. 1989 കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ആത്മാഭിഷേകത്തോടെ കർത്താവിനെ ആരാധിച്ചു വരികവേ കർത്താവിന്റെ വേലയുള്ള മാനിച്ച് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും അതിന് പ്രകാരം ആശുപത്രികൾ, ആലംബഹീനരായ ആൾക്കാർ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ അങ്ങനെ അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിൽ പ്രിയ കർത്തദാസ് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തന്റെ പ്രാർത്ഥനാ ജീവിതം വളരെ സുസ്ഥിരമാണ്. പ്രശ്നങ്ങളും എതിർപ്പുകളും ജീവിതത്തിലുണ്ടെങ്കിലും അവയെ ഗണ്യമാക്കാതെ ആത്മാക്കളുടെ വിടുതനായി സത്യദൈവത്തെ ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ വയലിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ശക്തിയോടെ ആ ദൈവദാസിയെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഈ പുരസ്കാരം ആ പ്രിയ കർത്തദാസിക്ക് കൊടുത്ത് ഞങ്ങൾ മാനിക്കുന്നു. അനവധിയിടങ്ങളിൽ കടന്നുപോയി ദൈവവേല ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു. ഒരു മടുപ്പും കൂടാതെ ദൈവത്തിന്റെ സുവിശേഷത്തിൽ എനിക്ക് ലജ്ജ കൂടാതെ അനവധികളുടെ മുൻപിൽ കടന്നുപോയി ദൈവവേല ചെയ്യാനായി ദൈവം എന്നെ ഒരുക്കി അയച്ചതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അനവധി പാവപ്പെട്ടവരുടെ ഇടയിൽ, കുടിലുകളിൽ ദൈവമേ സ്തോത്രം, അനവധി കുട്ടികളുടെ ഇടയിൽ എല്ലാം കടന്നുപോയി ദൈവവേല ചെയ്യാൻ എനിക്ക് ദൈവം ശക്തി തന്നു. ഇന്നും എനിക്ക് വേണ്ടി ഇവിടെ കടന്നു പോകുന്നതിന് എനിക്ക് ഒരു ലജ്ജയുമില്ല. റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റാൻഡിലായാലും കർത്താവെ ആശുപത്രിയിലായാലും രോഗികളുടെ ഇടയിലായിരുന്നാലും കർത്താവെ സ്തോത്രം ഏത് കുടിലും കടന്നുപോയി ദൈവവചനം പറയായി ദൈവം എന്നെ ഓരോ നിമിഷവും ദൈവം എന്നെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവമേശ്വർക്ക് ദൈവസ്തോത്രം ഇതെനിക്കായി കരുതിയിരുന്നതിനായി എന്റെ ദൈവത്തിന്റെ വീണ്ടും വേണ്ടി ഞാൻ സ്തുതിക്കുന്നു. ഈ സഭയെ ദൈവമേശ്വര യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. അവരെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ആ സംഘടനയെ ഏറ്റവും അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തിൽ കർത്താവിനെ വെല്ലധ്വാനിക്കുന്ന സൗദി TK ഏലിയാമ്മ അവരുടെ അനുഭവം. ഒരു പള്ളി ഭക്തിയായി ജീവിച്ചു വരവേ പാരമ്പര്യം ഒരുവനെ ദൈവത്തിലാക്കുന്നതിന് സത്യം ഇന്നേക്ക് 52 വർഷങ്ങൾക്ക് മുൻപ് മനസ്സിലാക്കി പാരമ്പര്യം ഉപേക്ഷിച്ച് കർത്താവിനെ ആത്മാർത്ഥത്തിലും ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചു. ആദ്യ സമയങ്ങളിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയെ ഗണ്യമാക്കാതെ തൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. 1960 പരിശുദ്ധാത്മാ നിയോഗപ്രകാരം തിരുവചനം പഠിക്കുകയും തുടർന്ന് കേരളത്തിന് പുറത്ത് വിവിധ സ്റ്റേറ്റുകളിലും കർത്താവിന്റെ വേളബദ്ധത്തിലായിരിക്കുന്നു. 71 വയസ്സുള്ള ഈ പ്രിയ മാതാവ് തന്റെ വടക്കൻ വേലയ്ക്ക് ശേഷമായി ഇപ്പോൾ കായംകുളത്ത് താമസിച്ചുകൊണ്ട് കർത്താവ് വഹിക്കുന്ന സ്ഥലങ്ങളിൽ പ്രിയ മാതാവ് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുന്നു. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ച് കർത്താവിന്റെ പിന്നെയും പ്രയോജനപ്പെടുവാൻ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പുരസ്കാരം പ്രിയ മാതാവിന് സമർപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മഹിമപ്പെടുന്നട്ടെ. ഇങ്ങനെ ഒരു സംരംഭം എൻ്റെ ജീവിതത്തില് കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങിയതിന്റെ 50-ാം വർഷമാണ്. ഇങ്ങനെ കർത്താവിനെ മാനിക്കുവാൻ തക്കവണ്ണം ഈ പ്രത്യേക സംഘടനയെ കർത്താവ് ഉപയോഗിച്ചതുകൊണ്ട്
ഞാൻ പൊന്നുതിരുനാമത്തെ വാഴ്ത്തുന്നു. ഇതിന് മുഖാന്തരക്കാരിയായ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ലീലാമ്മ സാമുവേലിനും തന്റെ കുടുംബത്തിനും ആമ്പനാട്ട് ഭവനത്തിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കൃപയാല് 71 വയസ്സുവരെയും കർത്താവ് തന്റെ വയലിൽ അധ്വാനിപ്പാലിനെ വിളിച്ച് വേർതിരിച്ച് ഇത്രത്തോളം എന്നെ നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. വിവിധ തരത്തിലുള്ളതായ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിലെ ഏകാന്തതകളും ഒക്കെ നേരിട്ടുണ്ട് എങ്കിലും അവിടെയൊക്കെയും കർത്താവിന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ച് ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് തന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മഹത്വമേറിയ വേല ചെയ്യുവാൻ കർത്താവ് ഇതുവരെ സഹായിച്ചു. കർത്താവിന്റെ സന്നിധിയില് അനേകായിരങ്ങളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയും പോയി പ്രവർത്തിപ്പാനുള്ള അവസരങ്ങൾ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. ഇന്നും ദൈവസന്നിധിയിൽ താണിരുന്നുകൊണ്ട് അനേകർക്ക് വേണ്ടി ദേശത്തിന് വേണ്ടിയൊക്കെയും ഇടിവിൽ നിന്ന് ജാഗരിപ്പാനും അതോടൊപ്പം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സോദരി സമാജത്തിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതിൽ ഒരു നല്ല പങ്ക് വഹിപ്പാനും കർത്താവ് എനിക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെയും എന്നെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കണം, ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ദൈവസേനയില് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വെച്ചു. മാവേലിക്കര തടത്തിലാൽ എന്ന സ്ഥലത്ത് പാർത്തുകൊണ്ട് കർത്തൃവേലി വ്യാപൃതിയായിരിക്കുന്ന ലീലാമ്മ സാമുവേൽ ജീവിതത്തിൽ വേണ്ടുവോളം നന്മകളും പണവും ഉണ്ടായിട്ടും സമാധാനവും സന്തോഷമില്ലാതെ ജീവിതത്തിൽ നേരിട്ട കഠിനമായ ശോധനയിൽ എല്ലാ ആശ്രയവും മറ്റ് പണമെല്ലാം ആശ്വാസത്തിനായി വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ ചെലവഴിച്ച് അവസാന രോഗിയായ മകനെ കൊന്ന് ആത്മഹത്യ നോക്കുന്ന സമയത്ത് 1981 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ദൈവശബ്ദം കേട്ട് പാരമ്പര്യങ്ങളെ വിട്ട് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചു. തന്റെ ഭർത്താവിന്റെ ക്യാൻസർ രോഗം മൂലം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന വന്ന സമയത്ത് താൻ കർത്താവിന്റെ സ്ഥലം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം വിടുവിക്കുകയും ചെയ്തതിന്റെ ഫലമായി താൻ കുടുംബമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും അങ്ങനെ കർത്തദാസി കർത്താവ് വായിക്കുന്ന സ്ഥലങ്ങൾ ദൈവത്തിന് വേല ചെയ്യുന്നു. കൂടാതെ തന്റെ ഭവനത്തിൽ ഒരു ചെറിയ കൂടിവരവുണ്ട്. 14 കുടുംബങ്ങൾ നിരന്തരമായി ആരാധനയ്ക്ക് കടന്നു വരികയും അനേക അക്രൈസ്തരോടെ കടന്നു വന്ന് സമാധാനമില്ലാത്തവർ കടന്നു വന്ന് സമാധാനം പ്രാപിക്കുകയും രോഗസൗഖ്യം പ്രാപിക്കുകയും ചെയ്ത് കർത്തൃ ശുശ്രൂഷയിൽ കുടുംബമായി മാനിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തുവാൻ ഈ പുരസ്കാരം പ്രിയ ദേവദാസിക്ക് സമർപ്പിക്കുന്നു. സ്തുതിക്കുന്നു. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തരുവാൻ തക്കോണം വലിയവനായ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ 81 വിശ്വാസത്തിൽ വന്ന് കർത്താവിനെ അയക്കുന്നിടത്തൊക്കെയും കടന്നുപോയി. കർത്താവിന്റെ വേലയിലായിരിക്കാൻ സ്വർഗം സഹായിച്ചു. അതിനെ ചോദിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്നു. ഇപ്പോൾ കൊടുമൺ എഴുത്തട്ട് എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിന് മുൻതൊട്ടുള്ള സ്ഥാനിക്കുന്ന സഹോദരി മേരിക്കുട്ടി തികഞ്ഞ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നും ജീവിതത്തിൽ നേരിട്ട കഠിനമായ പ്രതിസന്ധികളിൽ ആരും ആശ്രയമില്ലാതെ സന്തോഷമില്ലാതെ ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥയിൽ മുൻപിൽ മരണം മാത്രമേ ചിന്തിച്ചുള്ള രോഗിയായി തന്റെ ഭവനത്തിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ തളർന്നു വീണ് കിടക്കുന്ന സമയത്ത് അധ്വാനിക്കുന്ന ഭാരം ചുമക്കൾ എന്റെ അടുക്കൽ വരുവിനെന്ന ദൈവശബ്ദം കേട്ട് കർത്താവിന് വേണ്ടി ഈ ശബ്ദത്തിന് ഉറവിടം തിരക്കി ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മ എത്തിച്ചേരുകയും 1981 കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് 82 സ്നാനമേറ്റ് തുടർന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിക്കുകയും ദേവദാസന്മാർ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ച് കഴിഞ്ഞ 25 വർഷമായി കേരളത്തിന് മുന്നിൽ വിവിധ സ്റ്റേറ്റുകളിലും കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകൾ പഠിച്ച് കർത്താവിന്റെ വേല അവർ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം എതിർപ്പുകൾ, നിന്ദകൾ, പട്ടിണികൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവം തന്നെ നിർത്തി കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കണ്ട് ആദ്യ കാലഘട്ടങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച 6 മണിക്കൂർ കഴിഞ്ഞ് ഒരു രോഗിക്ക് ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തന്നെ അയക്കുകയും തന്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് അതേ വ്യക്തിക്ക് ദൈവം ജീവൻ കൊടുത്ത് ഈ നമ്മുടെ അമ്പനാട്ട് വന്ന ദൈവമക്കൾ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്യാൻസറിന് രോഗം ബാധിച്ച് ലങ്സിന് രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നല്ല ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പൂർണ്ണ സൗഖ്യം നൽകി ഇന്നവർ കർത്താവിന്റെ ജീവനോടെ സേവിക്കുന്നു. അതുപോലെ ആദ്യ കാലഘട്ടത്തിൽ ചെങ്കൽച്ചോള തുടങ്ങിയ പ്രദേശങ്ങളിൽ അട്ടപ്പാടി ആദിവാസികളുടെ ഇടയിലൊക്കെ കടന്നു ചെന്ന് കർത്താവിന്റെ വേല ചെയ്തതിനെ ഞങ്ങൾ ഇന്ന് ഈ പകൽക്കാലം ഓർക്കുന്നു. പിന്നെയും കർത്താവിന്റെ വരവ് താമസമെങ്കിൽ കർത്താവിന്റെ പോർക്കളത്തിൽ ധീരപടയാളിയെ നിന്ന് ക്രിസ്തുവിനെ കൊണ്ട് കൂടാതെ പറയുവാൻ ദൈവം പ്രാപ്തിയാകട്ടെ. അതിനുവേണ്ടി പുരസ്കാരം നാമത്തിൽ സമർപ്പിക്കുന്നു.
സർവശക്തനായ ദൈവത്തിന്റെ പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം എനിക്ക് വർണ്ണിക്കാൻ മതിവരാത്ത വിധത്തില് ആമേൻ ആമേൻ ഹല്ലേലൂയ. പ്രത്യേകാല അമ്പനാട്ട് ഭവനത്തിൽ 2000 എന്റെ മകൻ ലക്ഷ്യമില്ലാതെ ആമേൻ എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും, എവിടെ പോകുമെന്ന് ആമേൻ ആമേൻ മുമ്പോട്ടൊരു വഴി ഇല്ലാതെ അടഞ്ഞ വഴിയുടെ മുമ്പിൽ അമ്പനാട്ടൊരു പ്രാർത്ഥന നടക്കുന്ന അവിടേക്ക് ആമേൻ അവൻ മാത്രം, അന്ന് അവൻ വിവാഹിതനാണ്, അവിടെ അവന്റെ ഭാര്യ വീട്ടിലേക്ക് അയച്ചേച്ച് ആമേൻ അവൻ അമ്പനാട്ട് വരികയും അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. കർത്താവിന്റെ വിലപ്പെട്ട അഭിഷിക്തനായ പ്രിയ രഞ്ജിത്ത് കർത്തൃദാസന് തന്റെ മാതാവ്, തന്റെ കുടുംബം ആമേൻ ഹല്ലേലൂയ ദൈവം അവരോട് ആലോചന കൊടുത്ത പ്രകാരം ചില വർഷങ്ങൾ ഞങ്ങള് അന്ന് ഞാന് ആമേൻ വിശാഖപട്ടണത്ത് കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തിൽ അന്നായിരിക്കുന്നു. എനിക്ക് സംഭവം അറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ നാട്ടിൽ കടന്നു വന്നപ്പോൾ എന്റെ കുഞ്ഞുങ്ങള് അവിടെയുള്ള ചിൽഡ്രൻസ് ഹോമിനോട് ചേർന്ന് ആമേൻ ഹല്ലേലൂയ അവരാലാവോളം അന്ന് കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുവാൻ അതിന് വഴികാട്ടിയായി തീർന്ന് കർത്താവ് ആലോചന കൊടുത്തത് പ്രിയ കർത്തൃദാസനും തന്റെ കുടുംബത്തിനുമാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച എന്റെ മോന് ഒരു കമ്പനിയിലെ വെൽഡറായി ഫിറ്ററായി ജോലി ചെയ്യാനല്ല, കർത്താവെ എനിക്ക് ശേഷം തിരുവചന ശുശ്രൂഷിക്കുവാൻ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും എന്റെ ഈ ആയുസ്സിൽ തന്നെ എന്റെ മകൻ തിരുവചനം പ്രസംഗിക്കുവാൻ ഇന്നൊരു സഭയുടെ പാസ്റ്ററായി തിരുവല്ലായ്ക്ക് കിഴക്ക് കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്റെ മരുമകള് ഈ വേലയോട് ചേർന്ന് കർത്താവിന്റെ ദാസിക്കും ഒരു കൈത്താങ്ങായി പ്രാർത്ഥിക്കുവാൻ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു.